അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ നവോത്ഥാന സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാമത് വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി സമസ്തയുടെ വ്യത്യസ്ത പദ്ധതികൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, സമസ്തയുടെ മഹല്ല് കൂട്ടായ്മകളെ ശാക്തീകരിക്കുന്നതിനു വേണ്ടി വിവിധ പദ്ധതികളുമായി നവോത്ഥാന സമ്മേളനങ്ങൾ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ സമ്മേളനങ്ങൾ പല മേഖലകളിലായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാളെ ബുധനാഴ്ച ഫറോക്ക് മേഖലാ സമ്മേളനം നടക്കുകയാണ്. ഫറോക്ക് മേഖലാ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗമായ മുസ്തഫൽ ഫൈസി അവർകളാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത വ്യക്തിത്വമാണ് മുസ്തഫൽ ഫൈസി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 40 അംഗ മുഷാവറ കൂടിയെടുക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ ഉമ്മത്തിൻ്റെ ഇജ്മാ ആണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി മുസ്ലിംകൾ. അതുകൊണ്ട് തന്നെ ആ മുഷാവറയെടുത്ത ഒരു തീരുമാനമാണ് മുസ്തഫൽ ഫൈസിയെ താൽക്കാലികമായി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക എന്നത്. അദ്ദേഹം സസ്പെൻഷനിലായിരിക്കെ സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എന്ന പേരിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നത് സംഘടനാപരമായ അച്ചടക്ക ലംഘനമാണ്. അതറിയാത്തവരല്ലല്ലോ ഇതിൻ്റെയൊക്കെ നടത്തിപ്പുകാർ. വിവാദമുണ്ടാക്കും തരത്തിലുള്ള പ്രതികരണങ്ങളോ പ്രസ്താവനകളോ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകരുതെന്നും അങ്ങനെ ഉണ്ടായാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഷാവറ തീരുമാനിച്ചതാണ്. ആ തീരുമാനം വന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്ക് തീരുമാനമെടുത്ത മുഷാവറ അംഗം തന്നെ അത് ലംഘിക്കുകയും ധിക്കാരപരമായ ഒരു നയം സ്വീകരിക്കുകയും ചെയ്തതും സമസ്തയെ പൊതുജന മധ്യത്തിൽ അവഹേളിക്കാനും താഴ്ത്തിക്കെട്ടാനും ഉപകരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ നടത്തിയതും യഥാർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരെ മാനസികമായി വല്ലാതെ വേദനിപ്പിച്ച വസ്തുതകളാണ്. സമസ്തയുടെ അധ്യക്ഷനെ നിരന്തരം വേട്ടയാടുകയും സ്റ്റേജ് കെട്ടി പരസ്യമായി അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നിരന്തരമായി കാണുന്ന നേരത്ത് ശത്രുക്കൾക്ക് പുറമെ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാക്കി മിത്രങ്ങളായി നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നു പോലും സമസ്തയുടെ ശക്തി ക്ഷയിപ്പിക്കും വിധത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്ര മുഷാവറ അംഗം കൂടിയായിരുന്നിട്ട് പോലും അതുപോലും വകവെക്കാതെ നിയമ നടപടിക്ക് വിധേയനായിട്ടുണ്ട് മുസ്തഫൽ ഫൈസി. എന്നുവെച്ചാൽ ആരും വലുതല്ല സമസ്തയേക്കാൾ. മരത്തേക്കാൾ വലുതാകാൻ ശ്രമിക്കുന്ന കൊമ്പുകളെ വെട്ടിയെറിയാൻ സമസ്തക്കറിയാം എന്ന് സമസ്ത ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ്. വലിയ വലിയ മഹത്തുക്കളൊക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന വേളകളിൽ പോലും അവരുടെ ഭാഗത്തു നിന്ന് സംഘടനാപരമായ അച്ചടക്ക ലംഘനമുണ്ടായ ഘട്ടങ്ങളിലെല്ലാം നടപടിക്ക് അവരെല്ലാവരും വിധേയരായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ വിവാദ പരാമർശങ്ങൾ നടത്തരുതെന്നും വിവാദ വിഷയങ്ങൾ കത്തിക്കാൻ ഉപോത്ഫലകമാകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകരുതെന്നും ശക്തമായ താക്കീത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നൽകിയിട്ടും അതിനെതിരെ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ സസ്പെൻഷൻ നേരിടേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ സമസ്ത താൽക്കാലികമായി മാറ്റി നിർത്തിയ ഒരാളെ സമസ്തയുടെ വേദിയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് അംഗീകാരം കൊടുക്കുക എന്നാൽ അത് അച്ചടക്ക ലംഘനമാണ്. അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം നടന്ന് അതിൽ അന്തിമ വിധി കൽപ്പിച്ചതിൻ്റെ ശേഷം അദ്ദേഹത്തെ സമസ്ത തിരിച്ചെടുക്കുകയാണെങ്കിൽ വീണ്ടും സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം എന്ന ലേബലിൽ തന്നെ സമസ്തയുടെ വേദികളിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നതിന് അനൗചിത്യമൊന്നും നമുക്ക് പറയാനില്ല. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ നടത്തിപ്പുകാർ, സംഘാടകർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ, അതിൻ്റെ മുഷാവറയെ ധിക്കരിക്കലാണ്. ആ ധിക്കാരപൂർവ്വമുള്ള പ്രവർത്തനങ്ങൾ സംഘടനാപരമായ അച്ചടക്ക ലംഘനമാണ്. അച്ചടക്ക ലംഘനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടുള്ളതല്ലല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വിധേയപ്പെടലാണ് അച്ചടക്കം. ആ അച്ചടക്കമാണ് സമസ്തയെ വഴി നടത്തുന്നത്, ഇതര പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സംസ്കാരത്തിൻ്റെ ധവളിമ തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഗൂഢപദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിനെതിരെ പ്രവർത്തകർ ജാഗ്രത പുലർത്തണമെന്ന് ഉണർത്തുകയാണ്.